നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്യുന്നതിൽ അദ്ദേഹം ചരിത്രം കുറിച്ചു. ഇതുവരെ 17 രാജ്യങ്ങളിലെ പാർലമെന്റുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാർ 7 പതിറ്റാണ്ടിനിടെ ആകെ നടത്തിയ പ്രസംഗങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ്. പ്രധാനമന്ത്രിയുടെ ഈ ആഴ്ചയിലെ 5 രാഷ്ട്ര പര്യടനം അവസാനിക്കുമ്പോഴാണ് ഈ സുപ്രധാന നേട്ടം കൈവരിച്ചത്. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, നമീബിയ എന്നീ രാജ്യങ്ങളിലെ പാർലമെന്റുകളെ ഈ പര്യടനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് 7, ഇന്ദിരാഗാന്ധി 4, ജവഹർലാൽ നെഹ്റു 3, രാജീവ് ഗാന്ധി 2, PV നരസിംഹറാവു 1 എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ കണക്കുകൾ. പതിറ്റാണ്ടുകളോളം വിദേശ പാർലമെന്റുകൾ ആകെ 17 തവണയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി മോദിക്ക് കേവലം 1 ശതാബ്ദത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഈ നേട്ടം ലോകവേദിയിൽ ഇന്ത്യയുടെയും അതിന്റെ പ്രധാനമന്ത്രിയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനും ആഗോള സ്വീകാര്യതയ്ക്കും അടിവരയിടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നരേന്ദ്രമോദിയുടെ സജീവമായ വിദേശ നയങ്ങളും വ്യക്തിഗത നയതന്ത്ര ബന്ധങ്ങളും രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 5 പ്രധാനമന്ത്രിമാർ ഏകദേശം 7 പതിറ്റാണ്ടിനിടെ ആകെ 17 തവണ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. ഇതാണിപ്പോൾ ഇവിടെ താരതമ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കണക്കിന് തുല്യമായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനു പുറമെ വികസ്വര രാജ്യങ്ങളുടെ പാർലമെന്റുകളെ മോദി അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഇത് ഇന്ത്യയുടെ ഇന്നത്തെ വിശാലമായ ആഗോള ബഹുമാനത്തെയും പ്രസക്തിയെയും പ്രതിഫലിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗ്ലോബൽ സൗത്തിലേക്കൂടെ ഇന്ത്യ നിലകൊണ്ടു. അവർ അന്ന് രാജ്യത്തെ ശ്രദ്ധിച്ചു. ഇന്നും പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ വികസന യാത്രയിൽ അവർ ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യങ്ങളിൽ US, ഓസ്ട്രേലിയ, UK, നേപ്പാൾ, മംഗോളിയ, ഭൂട്ടാൻ, ശ്രീലങ്ക, മൗറീഷ്യസ്, മാൽദ്വീപ്, ഗയാന, ഫിജി, ഉഗാണ്ട എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഈ സന്ദർശനങ്ങളിലൊക്കെ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കൾ പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു സുപ്രധാന അധ്യായമായി മാറിയിരിക്കുകയാണ്. ഈ പര്യടനത്തിൽ സന്ദർശിച്ച എല്ലാ രാജ്യങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതികൾ ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഈ 5 ബഹുമതികളും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കും അതിന്റെ പ്രധാനമന്ത്രിക്കും വർദ്ധിച്ചു വരുന്ന അംഗീകാരത്തെയും സ്വാധീനത്തെയും എടുത്തു കാണിക്കുന്നു. ഇത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് പുതിയ മാനം നൽകുന്നതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.